നമസ്കാരം. മലയാളം ഓൺലൈൻ ക്ലാസ്സിന്റെ മറ്റൊരു മറ്റൊരു അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കവിതയുമായാണ്. മനോഹരമായ കവിത തയ്യാറാക്കിയിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ കവി, മലയാളത്തിന്റെ അഭിമാനം, ONV എന്ന് വിളിപ്പേരുള്ള അല്ലെങ്കിൽ ONV എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ONV കുറുപ്പാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള പെങ്ങൾ എന്ന് പറയുന്ന ഒരു കൊച്ചു കവിത അല്ലെങ്കിൽ ചെറിയൊരു കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കവിയുടെ പേരും കവിയുടെ വരികളും വളരെ കുറച്ചേ ഉള്ളൂ എന്നിരുന്നെങ്കിലും അതിനുള്ളിലുള്ള ചർച്ച ചെയ്യുന്ന ആശയം വളരെ മഹത്തരമായതാണ്. വളരെ ചർച്ച ചെയ്യേണ്ടതും ഒരുപാട് പറയാനുള്ളതുമായിട്ടുള്ള ഒരു കവിതാഭാഗമാണ് പെങ്ങൾ എന്നുള്ളത്. പെങ്ങൾ, സഹോദരി, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഭാരതം സ്ത്രീകളെയൊക്കെ ഒരുപാട് ബഹുമാനത്താൽ കാണുന്ന ഒന്നാണ് ഭാരത സംസ്കാരം എന്ന് പറയുന്നത്. അതായത് എന്താ പറയാ, ഭൂമി ദേവി, ഭാരതാംബ, വനദേവത, കടലമ്മ, ഇങ്ങനെ എല്ലാവർക്കും അല്ലെങ്കിൽ അമ്മയായിട്ട് കാണുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പോ സ്ത്രീയുടെ ശക്തി ഈ പറയുന്ന പല പേരുകളിൽ, ഇപ്പോ അമ്മയായിട്ടും പെങ്ങളായിട്ടും ഭാര്യയായിട്ടും ഈ പറയുന്ന പല വിഭാഗത്തിൽ അല്ലെങ്കിൽ പല പേരുകളിൽ അറിയപ്പെടുമ്പോഴും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ശക്തിയാണെന്ന് നമ്മൾ പറയുമ്പോഴും എവിടെയെല്ലാമോ സ്ത്രീക്ക് എന്തൊക്കെയോ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീ ശാക്തീകരണവും സ്ത്രീ പുരുഷ സമത്വവും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇന്നും എങ്ങും എത്താത്ത അല്ലെങ്കിൽ ഇന്നും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും സ്ത്രീകളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിബോധം നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്ന ONVയുടെ ഈ ഒരു കവിത നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പാഠം 18, പെങ്ങൾ. അപ്പൊ എല്ലാ തവണ പറയുന്നത് പോലെ തന്നെ കവിത വരികളായിട്ട് നമുക്ക് സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ട് ചർച്ച ചെയ്യാം. ഓരോ വരികളും കൃത്യമായിട്ട് വായിച്ചു നോക്കുക. പാഠത്തിന്റെ വിശദീകരണത്തിന് ശേഷവും നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സംശയങ്ങൾ നിഴലിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കുറിച്ച് വെച്ച് പിന്നീട് ചോദിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ പാഠം പെങ്ങൾ, രചന ONV കുറുപ്പ്. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ. യെസ്, പെങ്ങൾ. ഇതാണ് നമ്മുടെ കവി. എല്ലാവർക്കും പരിചിതമായിരിക്കും. ചിലരെങ്കിലും ചിലപ്പോൾ പേരറിയുന്നുണ്ടാവും, വ്യക്തിയുടെ മുഖം കണ്ടിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് നൽകിയതാണെന്ന് മാത്രം. ONV കുറുപ്പ്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ജീവിതരേഖ നൽകിയിരിക്കുന്നു. നോക്കൂ, മലയാളത്തിലെ പ്രശസ്ത കവി, അല്ലെ? മലയാളത്തിലെ പ്രശസ്ത കവി എന്ന് പറയുമ്പോൾ നിരവധി കവിതകൾ, നിരവധി ഗാന രചനകൾ, സിനിമയിലുള്ള ഒരുപാട് ഗാനങ്ങൾക്ക് രചന. ജനനം 1931 27 മെയ് ആണ്. മരണം ഈ അടുത്ത 2016 ഫെബ്രുവരി 13 ONV എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നാമം ഒറ്റപ്ലാക്കൽ നീലകണ്ഠ വേലുക്കുറുപ്പ്. ONV, ഒറ്റപ്ലാക്കൽ നീലകണ്ഠ വേലുക്കുറുപ്പ്. 1982 മുതൽ 87 വരെയുള്ള കാലഘട്ടങ്ങളിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ സ്ഥാനം ഒക്കെ വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാഹിത്യരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് മലയാളത്തിൽ ഇപ്പൊ ഏകദേശം 6 പേർക്ക് ലഭിച്ച ഏറ്റവും മഹത്തരമായിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തെ തേടി 2007 അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് അങ്ങോട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്, പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്, തുടങ്ങിയുള്ള ഒരുപാട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേരള ബഹുമതികൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. നാടകം, ടെലിവിഷൻ, സീരിയലുകൾ, അതുപോലെ തന്നെ സിനിമകൾ തുടങ്ങിയുള്ള പലതിനും വേണ്ടിയിട്ട് നിരവധി ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മരണം 2016 നടക്കുന്നത്. മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് ഭാവുകത്വമായിട്ടുള്ള പരിപൂർണത നൽകുന്നതിൽ അദ്ദേഹത്തിന്റെ കവിത മുന്നിൽ തന്നെയാണ്. ONV സ്വയം ചൊല്ലി അവതരിപ്പിച്ച കവിതകൾ ആസ്വാദകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. വേദികളിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കവിത വളരെയധികം അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കേൾക്കാനുള്ള ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കാം. പെങ്ങൾ. എന്റെ കൈത്തണ്ടിലെ രാഗിച്ചരട് നീ ബന്ധിച്ച് തെല്ലിടമിണ്ടാതെ നിന്നുവോ, പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ, നിന്ന അശ്രുബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞുവോ. അപ്പോ നമ്മള് ഇതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വായിച്ചു പോകുന്നത്. താല്പര്യമുള്ളവർക്ക് ചൊല്ലി നോക്കാം അല്ലേ. എന്റെ കൈത്തണ്ടലി രാഗിച്ചരടു നീ ബന്ധിച്ചു തെല്ലിടമിണ്ടാതെ നിന്നുവോ, പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ, നിന്നശ്രുബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞുവോ. ആരു നീ എന്നു ഞാൻ ചോദിച്ചതില്ല, നിൻ പേരുപോലും നീ പറഞ്ഞുമില്ലെങ്കിലും വല്ലായ്മയാർന്നു നിന്നിൽപ്പുമാ മൗനവും, തുള്ളികളായിങ്ങടർന്ന നിൻ ദുഃഖവും. എന്റെ ഈ കൈത്തണ്ടിൽ നീ വന്നു ബന്ധിച്ച ചെഞ്ചുവപ്പോലുമീ രാഗിയുമെന്നോടു ചൊല്ലാതെ ചൊല്ലുന്നു, നിൻ പെങ്ങളാണിവൾ. ഇത് വെറുതെ ഇപ്പോ എന്തോ പെട്ടെന്ന് ഇതാണ്. ഇങ്ങനെയും ചൊല്ലാം അല്ലേ. നമ്മൾ ചൊല്ലുക എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഒന്നുമില്ലല്ലോ, പണ്ട് ചൊല്ലിയാൽ മതി. അപ്പൊ ഞാൻ വായിച്ച് ആശയങ്ങൾ പോവാം. എന്റെ കൈത്തണ്ടിൽ ഈ രാഗിച്ചരട്. എന്താ ഈ രാഗി? രാഗി കേട്ടിട്ടുണ്ടോ? അതായത് രാഗി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പെൺകുട്ടികൾ ആൺകുട്ടികളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്ന ഒരു പ്രത്യേക ചരടാണ്. അത് ഉത്തരേന്ത്യയിലത്തൊക്കെ ഒരു സഹോദര സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക രാഗിബന്ധ ദിവസം തന്നെ വരാറുണ്ട്. അപ്പൊ ആ ദിവസം ആ രാഗിയുടെ ചരട് സ്ത്രീകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്യും? ആൺകുട്ടികളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു. ഒരു സഹോദര സ്നേഹം കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് ആ ഒരു ഇതിനെ കാണുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്റെ കൈത്തണ്ടിൽ, അതായത് കൈയുടെ തണ്ടയിലാണ് നമ്മൾ ഈ രാഗിച്ചരട് ചുറ്റുക. അപ്പൊ ആ രാഗിച്ചരട് നീ ബന്ധിച്ചതിന് ശേഷം, കെട്ടിയ ശേഷം കുറച്ചു നേരം നീ മിണ്ടാതെ നിന്നു. അതിനുശേഷം പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ, നിന്ന അശ്രുബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞുവോ. അപ്പൊ കുറച്ചു നേരം നീ ഒന്ന് മിണ്ടാതെ നിന്നു. എന്തിനാണ് നീ മിണ്ടാതെ നിന്നത്? അതിനുശേഷം നീ പിന്തിരിഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഒക്കെ ചോദ്യങ്ങളാണ്. മാത്രല്ല, നീ കരഞ്ഞിരുന്നു. നിന്റെ കണ്ണുനീര് ഇറ്റ് വീണ സ്ഥലങ്ങൾ നീറിപ്പുകഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഇതൊക്കെ ഒരു ചിന്തയാണ്. കവിയുടെ ചിന്തയിൽ വരുന്ന ചോദ്യങ്ങളാണ് ഇവയെല്ലാം തന്നെ. അപ്പോ അദ്ദേഹത്തിനൊന്നും കൃത്യമായി വ്യക്തമായി ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതിനാൽ തന്നെ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ആരു നീ എന്ന് ഞാൻ ചോദിച്ചതില്ല, നിൻ പേര് പോലും നീ പറഞ്ഞുമില്ലെങ്കിലും. സത്യം പറഞ്ഞാൽ അത് ആരാണ്, അല്ലെങ്കിൽ ആരാണ് നീ എന്ന് പോലും ഈ രാഗിച്ചരട് കെട്ടിയ സമയത്ത് ഞാൻ ചോദിച്ചിട്ടില്ല. എന്തിന്? നിന്റെ പേര് പോലും നീ അത് പറഞ്ഞതുമില്ല. പക്ഷേ വല്ലായ്മയാർന്ന നിൻ നിൽപ്പും മൗനവും, തുള്ളികളായി നടർന്ന നിൻ ദുഃഖവും, എന്റെ ഈ കൈത്തണ്ടിൽ നീ വന്നു ബന്ധിച്ച ചെഞ്ചുവപ്പോലും ഈ രാഗിയും എന്നോട് ചൊല്ലാതെ ചൊല്ലുന്നു, നിൻ പെങ്ങളാണിവർ. ഇപ്പൊ പേരും ഒന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുള്ള എന്താ? നിന്റെ വല്ലായ്മയുള്ള ആ ഒരു നിൽപ്പ്, അതിനൊപ്പം ആ മൗനം, ആ തുള്ളികളായി ഇടർന്നു നിൽക്കുന്ന നിന്റെ ദുഃഖവും. എന്തിന്? നല്ല ചുവന്ന നിറത്തിലുള്ള ആ ഒരു രാഗി എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. ആ കൈത്തണ്ടിൽ നീ വന്ന് ബന്ധിച്ച ആ ചുവന്ന രാഗിയും എന്നോട് ചൊല്ലാതെ ചൊല്ലുന്നു. അതായത് പറയാതെ പറയുകയാണ്. നമ്മൾ പ്രതിധ്വനിക്കുന്നു എന്നൊക്കെ പറയില്ലേ? പറയാതെ പറയുന്നു.
ഇവൻ ആരാണ്? സോറി, ഇവൾ ആരാണ്? നിന്റെ പെങ്ങളാണ്. അപ്പൊ നമ്മൾ പറയും ഈ പറയുന്ന അത് കെട്ടിയതിന് ശേഷം നമ്മൾ രക്തബന്ധം എന്ന് പറയും. പക്ഷെ അതിലുപരി ആ രാഖിയുടെ ചരട് കെട്ടിയ നിമിഷം മുതൽ പറയാതെ നമ്മളോട് പറയുന്നുണ്ട്, അവൾ ആരാണ്? നിന്റെ പെങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് വിദ്യാലയത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മള് എല്ലാ ദിവസവും പ്രതിജ്ഞ എടുക്കാറുണ്ട്, ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. അല്ലേ? അങ്ങനെയല്ലേ? അപ്പോ നിൻ പെങ്ങളാണ്. എന്റെ കൂടപ്പിറപ്പോ നീ, ഒരേ രക്തം, എങ്കിൽ നിൻ ദുഃഖങ്ങൾ മാനാപമാനങ്ങൾ എന്റേതുമാണെന്ന നേരിൽ തുടർവട്ടം എന്റെ ബോധത്തിലെ കേറ്റിത്തെറിപ്പിച്ചു. നീ എന്റെ കൂടപ്പിറപ്പാണോ? അല്ലേ? കൂടപ്പിറപ്പ്, ഏത് പെങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടപ്പിറപ്പ് അല്ലേ? നീ എന്റെ കൂടപ്പിറപ്പാണെങ്കിൽ നമ്മൾക്ക് ഒരേ രക്തമാണ് അല്ലേ? കാരണം അപ്പൊ നമ്മള് ഒരേ രക്തമാണ്. അങ്ങനെയെങ്കിൽ നിന്റെ ദുഃഖങ്ങൾ, നിന്റെ ദുഃഖം, നിന്റെ സങ്കടങ്ങൾ, അതുപോലെ തന്നെ നിന്റെ മാനാപമാനങ്ങൾ, നിന്റെ മാനവും അപമാനവും നിറഞ്ഞ എല്ലാം, മാനാപമാനങ്ങളെല്ലാം എന്താണ്? എന്റേതുമാണ്. അല്ലേ? കാരണം അതിൽ എനിക്കും എന്തുണ്ട്? പങ്കുണ്ട്. അപ്പൊ അതിനാൽ തന്നെ എന്റേതുമാണെന്ന നേരിൽ ചുടർവട്ടം എന്റെ ബോധത്തിലെ കയറ്റി തെറിപ്പിച്ചു. ചുടർവട്ടം, ചുടർ ചൂടുള്ള എന്നർത്ഥം, വെട്ടം വെളിച്ചം എന്നർത്ഥം. അപ്പൊ ആ ചൂടുള്ള ഒരു വെളിച്ചം, ആ ഒരു ബോധം അല്ലെ, അതായത് ഇത്രയും കാലം ആ ഒരു ബോധം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോ എനിക്ക് ആ ഒരു ബോധം വരുന്നു. എന്റെ മനസ്സിലേക്ക് ആ ബോധം എന്ത് ചെയ്യണം? വന്ന് പറയാണ്, എന്റെ ബോധത്തിലേക്ക് ഏറ്റി തെറിപ്പിച്ചു. മിണ്ടാതെ മിണ്ടാതെ പയ്യെ പടികൾ ഇറങ്ങുന്ന നിൻ മൗനമെൻ മനസ്സന്ധികൾ, നിൻ മൗനമെൻ മനസ്സന്ധികൾ തോറുമേ തട്ടിത്തകരും സ്ഫടികപാത്രം പോലെ പൊട്ടിച്ചിതറുന്നു നിൻ പെങ്ങളാണിവൾ. അപ്പൊ ഈ പറയുന്ന നിശബ്ദമായ ആ ഒരു ദുഃഖം, അതാണ് മിണ്ടാതെ, അല്ലെ? മിണ്ടാതെ പയ്യെ പടികൾ ഇറങ്ങുന്ന, ഇത് പടികൾ ഇറങ്ങി പോവാണ് എന്ത് പോകുന്നത്? ആ നിശബ്ദത അല്ലെങ്കിൽ മിണ്ടാത്ത ആ ഒരു അവസ്ഥയാണ്. ആ മൗനമാണ് പടികൾ ഇറങ്ങുന്നത്. ആ മൗനം മനസ്സന്ധികൾ തോറും, മനസ്സന്ധികൾ, എന്താ മനസ്സന്ധികൾ? മനസ്സിന്റെ സന്ധികൾ. ഇത് അവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ ഏറ്റുമുട്ടലുകളാണ്, മനസ്സിലെ പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങളെല്ലാം തട്ടിത്തകരുന്ന ഒരു സ്ഫടികപാത്രം പോലെ. സ്ഫടികം, സ്ഫടികം എന്ന് പറഞ്ഞാൽ പൊട്ടുന്ന പാത്രമല്ലേ, ചില്ലുപാത്രം. ഒരു ചില്ലുപാത്രം പോലെ പൊട്ടിച്ചിതറുകയാണ്. അവിടെ അത് വിളിച്ചു പറയുന്നു, അതെ, അവള് എന്ത് ചെയ്യാണ്? നിന്റെ പെങ്ങളാണ്. അപ്പൊ ഈ പറയുന്നതൊക്കെ ഈ കവി ആ തെറിച്ചു വീണ ആ ഒരു എന്താണ് ചിന്തകൾ, ആ ഒരു പൊട്ടിച്ചിതറിയ ആ ഒരു ചിന്തകളെല്ലാം ചേർത്ത് വെച്ച് കവി മനസ്സിലാക്കുകയാണ്, അത് നിന്റെ പെങ്ങളാണ്. ദുഃഖവും രോഷവും നഷ്ടബോധങ്ങളും ദിക്കറ്റുഴറുന്ന നിസ്സഹായത്വവും ഒക്കെ ഓരോരോ തിരയായി വന്നെന്റെ ഹൃത്തിലലയ്ക്കുന്നു നിൻ പെങ്ങളാണിവ. അതായത് നിന്റെ രോഷം, അതുപോലെ തന്നെ നഷ്ടബോധം, ദിക്കറിയാതെ ഉഴലുന്ന ദിക്കറിയാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ? അതായത് ഗതി കിട്ടാത്ത, ദിക്കറിയാത്ത ആ ഒരു അവസ്ഥ, ആ അവസ്ഥയും നിസ്സഹായത്വം, ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ നിസ്സഹായ അവസ്ഥയും ഓരോന്നായിട്ട് എന്ത് ചെയ്യാണ്? ഒരു തിര പോലെ, ഒരു വേവായിട്ട്, ഒരു തിരമാല പോലെ എൻ്റെ മനസ്സിലേക്ക്, ഹൃത്ത് എന്ന് പറഞ്ഞ ഹൃദയത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് അടിച്ചുകൊണ്ട് പറയുകയാണ്, അതെ, അവൾ നിന്റെ പെങ്ങൾ തന്നെയാണ്.
പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുറ്റിയിലെ പാമ്പ് തീ തുപ്പി നേർക്കവേ കത്തിയെരിഞ്ഞ് വെറുമൊരു വാർത്തയായി കെട്ടടങ്ങുന്നവർ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് അക്രമങ്ങൾ ആരുടെ നേരെയാണെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും കൂടുതലായിട്ട് ആദ്യം വരുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും നേർക്കായിരിക്കും. അവൾ എല്ലായിടത്തും സുരക്ഷിതരല്ല. സ്വന്തം വീട്ടിൽ പോലും, ഭർത്താവിന്റെ വീട്ടിൽ, നടു റോട്ടിൽ, ജോലി സ്ഥലത്ത് പല രൂപത്തിൽ അവൾ എന്ത് ചെയ്യുന്നു? പല പ്രശ്നങ്ങളിൽ അകപ്പെടും. എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ കൃത്യമായി അറിയില്ല. ഒരുപാട് വാർത്തകളിൽ നമ്മൾ കണ്ട ഒന്നാണ് ഭർത്തൃ വീട്ടിൽ അവൾ അനുഭവിക്കുന്ന എന്താ പറയാ ഡൗറി അഥവാ സ്ത്രീധനത്തിന്റെ പേരിൽ അവൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ. ആവശ്യം കഴിഞ്ഞ് ഒരു അടുക്കളയിലെ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് ഒരു അപകടത്തിൽ മരണപ്പെട്ടു എന്ന വാർത്തയാൽ ലോകത്ത് നിന്ന് തന്നെ വിട പറഞ്ഞ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് സ്ത്രീകളെ കുറിച്ച്. പലതും ഇന്നും അപകടങ്ങളായും പലതും ദുഷ്ടത നിറഞ്ഞ മനസ്സുകളുടെ പ്രവൃത്തിയായിട്ടും നമ്മൾ വായിച്ച് അനുഭവിച്ചറിഞ്ഞ ആൾക്കാരാണ്. അപ്പോ പൊട്ടിത്തെറിച്ച പാചകവാതകം, അത് ഗ്യാസിന്റെ ആ ഒരു കുറ്റി, പൊട്ടിത്തെറിക്കുന്ന ഒരു പാചകവാതകത്തിന്റെ ആ കുറ്റിയിലെ പാമ്പ് പോലെ അവളുടെ നേരെ തുപ്പിക്കൊണ്ട്, എല്ലാവർക്കും അറിയാം, പല രൂപത്തിൽ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട്, മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി ഗ്യാസ് പൊട്ടിത്തെറിച്ച് പിന്നീട് കത്തിയെരിഞ്ഞ വെറുമൊരു മൃതശരീരമായി മാറിയ അവൾ നമുക്ക് വെറുമൊരു വാർത്തയായി മാറും. ഒരു മരണം നമ്മൾക്ക് ദുഃഖം തോന്നണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അയ്യോടാ പാവം എന്ന് നമ്മൾക്ക് എല്ലാവർക്കും തോന്നും. ആ വാർത്തയിൽ അടങ്ങുന്ന കണ്ടന്റാണ് അതിന്റെ കാര്യം. അതിന്റെ ആഴം വർദ്ധിക്കണമെങ്കിൽ ആ മരണപ്പെട്ടത് നമ്മൾക്ക് പരിചിതനാവണം, സുഹൃത്താവണം, കുടുംബത്തിൽ ആരെങ്കിലും ആവണം. അതിന്റെ ആഴം അപ്പോൾ കൂടും. നമ്മളുടെ ഇത്തരത്തിൽ എത്ര പെങ്ങന്മാർ വെറും വാർത്തയെ മാറി എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. യാത്രക്കിടയിലായി ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ ചൂടുചായ പകർന്നിട്ടെറിഞ്ഞുടയ്ക്കാൻ മാത്രം ആരോ മെനഞ്ഞ മൺപാത്രമാകുന്നവൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഒരുപാട് വാർത്തയായിട്ട് മാറിയ ഒന്നാണ് ബസ്സിനുള്ളിലും മറ്റുമൊക്കെ ബലാത്സംഗത്തിന് ഇരയാകുന്ന സ്ത്രീയുടെ അവസ്ഥ. ഒരു കപ്പിൽ അല്ലെങ്കിൽ ഒരു മൺകലത്തിൽ ഈ പറയുന്ന ചായ കിട്ടിയിട്ട് ചായ കുടിച്ച് വലിച്ചെറിയുന്ന പോലെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാൻ മാത്രം വിധിക്കപ്പെട്ടവളായി യാത്രക്കിടയിൽ പോലും ഇരയായി മാറുന്ന സ്ത്രീയുടെ ദയനീയമായ അവസ്ഥ. എത്രയെത്ര സംഭവങ്ങൾ ഡൽഹിയിലും മറ്റും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ മറ്റുള്ളവരുടെ ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ, കാമദാഹം ശമിപ്പിക്കുവാൻ യാത്രയിലും ബലാത്സംഗത്തിന് ഇരയാവേണ്ടി വന്ന, വെറും മൺപാത്രമാകേണ്ടി വന്ന സ്ത്രീകൾ. മറ്റൊരു വീടിന്റെ അകത്തളത്തിൽ ജന്മം അല്പാൽപമായി നീറ്റുമേതോ ചിതയിലൊരായുസ് കൊണ്ട് സതി അനുഷ്ഠിക്കൂ. സതി എല്ലാവർക്കും കേട്ട് പരിചയമുള്ള പദമായിരിക്കും സതി, ശരിയല്ലേ? സതി എന്താ? സതി പണ്ടുള്ള കാലത്ത് അല്ലെങ്കിൽ ഒരുപാട് മുൻപ്
നിലനിന്നിരുന്ന ഒരു അനാചാരത്തിന്റെ പേരാണ് സതി. എന്താണ് ആ അനാചാരം? ഭർത്താവ് മരിച്ചാൽ അയാളെ ദഹിപ്പിക്കുന്ന അതേ ചിതയിൽ ഭാര്യയും ചാടി മരിക്കും. ആചാരം എന്നല്ല എന്ന് പറയല്ലേ, അനാചാരം. സ്ത്രീകളെ എപ്പോഴും പറയും, എല്ലാവരും ഈ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ വളർന്ന് വരുമ്പോൾ പലപ്പോഴും അവരെ നിയന്ത്രിക്കുന്ന കഥകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു വീട്ടിൽ കയറേണ്ടവളാണ്, ശ്രദ്ധിക്കണ്ടേ, മറ്റൊരു വീട്ടിൽ കയറേണ്ടവളാണ്, പഠിക്കണ്ടേ. ഒരു പ്രായത്തിന് ശേഷം സ്വന്തം വീട് എന്തായി മാറുന്നു? എപ്പോഴെങ്കിലും കയറി ചെല്ലാൻ മാത്രമുള്ള ഒരു വീടായി മാത്രം മാറുന്നു. നമ്മൾ അവർക്ക് അതിഥികളായി മാറുന്നു. സ്വന്തം വീട്ടിൽ ഒരു അതിഥിയെ പോലെ കയറി ചെല്ലേണ്ട ഒരു അവസ്ഥയായി മാറുന്നു. പിന്നീടുള്ള കാലം നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരു വീടിന്റെ ചുറ്റുപാടും വീടും നമ്മളുടെ എല്ലാമായി മാറുന്നു. ആ മറ്റൊരു വീടിന്റെ അകത്തളത്തിൽ തന്റെ ജന്മം അല്പമായിട്ട് അവസാനം വരെ എന്ത് ചെയ്യുന്നു? നീറി കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇന്ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടോ? അതൊരു വലിയ കാര്യമാണ്. അതായത് വീട്ടിലെ ഭർതൃപീഡനവും അമ്മായിമ്മ പോരും നാത്തൂൻ പോരും ജോലി ഇല്ലാത്ത പ്രശ്നവും അതും ഇതും കുട്ടികളില്ലാത്ത പ്രശ്നവും ഇങ്ങനെ ഓരോരോ കാര്യം കൊണ്ട് സ്വന്തം വീട്ടുകാരുടെ അടുത്തേക്ക് ഈ ഒരു പ്രയാസവും കൊണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോളെ അങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യണം? നമ്മള് അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മള് ക്ഷമിക്കണം, നമ്മള് സഹകരിക്കണം. ഇങ്ങനെ അല്പാൽപമായിട്ട് നീറുന്ന ഒരു ആയുസ് മുഴുവൻ സതിയായിട്ട് തീർക്കുന്ന ഒരുപാട് അനേകം സ്ത്രീജനങ്ങൾ ഭൂമിയിലുണ്ട്. ഒരായുസ് കൊണ്ട് സതി അനുഷ്ഠിക്കാൻ മടിക്കുന്നവർ ഒറ്റയടിക്ക് സതി അനുഷ്ഠിച്ച് ജീവിതം കളയുന്നവരുമുണ്ട്. അടുത്ത വരിയിലേക്ക് പോകും. സ്വപ്നങ്ങളെ, സ്വന്തം ഇഷ്ടങ്ങളെ ബലിദർഭകങ്ങളായ ശ്രുതിയോടെ വീഴ്ത്തു. ഒരുപാട് നമ്മൾ പറയില്ലേ, പണ്ടൊക്കെ ജനിക്കുന്നത് സ്ത്രീയാണ് എങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടിയാണ് എങ്കിൽ അവളെ കൊല്ലുക അല്ലെങ്കിൽ പറയുന്ന പോലെ അവർക്ക് ആവശ്യമില്ല. പെൺകുഞ്ഞാണെങ്കിൽ വേണ്ട എന്ന് പറയുന്ന ഒരു രീതിയിലുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ സ്വപ്നങ്ങളെ, സ്വന്തം ഇഷ്ടങ്ങളെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ഓരോരുത്തരും ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. അവർക്ക് ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് അവരുടെ സ്വന്തം ഇഷ്ടങ്ങളെ സ്ത്രീ എന്ന പേരിൽ, പെൺകുട്ടി എന്ന പേരിൽ ത്യജിക്കേണ്ടി വന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബലിദർഭകങ്ങളായ അശ്രുനീരോടെ വീഴ്ത്തുവോ. ഈ ബലിദർഭകങ്ങളായിട്ടുള്ള ബലിദർഭകങ്ങളായ അശ്രുനീരോടെ. അപ്പൊ ജീവിതം എന്ന് പറയുന്ന പലതാണ്. അവരുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നു? അവരുടെ ഇഷ്ടങ്ങളും ഇതൊക്കെ ത്യജിച്ചുകൊണ്ട് അവരുടെ ജീവിതം അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ അശ്രുനീര്, എന്താ അശ്രുനീര്? അശ്രു എന്ന് പറഞ്ഞാല് കണ്ണുനീര്.
നമ്മളുടെ ആ കണ്ണുനീരിനെയാണ് അശ്രു എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഞാൻ അത് ആലോചിച്ച്. ഇതിനു മുൻപ് ഒരു എവിടെയാ ആ ഇതാണ് ഞാൻ ശ്രദ്ധിച്ച്. ടെക്സ്റ്റ് ബുക്കും ഇതും കൂടെ താരതമ്യം ചെയ്യുമ്പോഴേ വരികൾ കാണുന്നില്ല. ഞാൻ അതാണ് അന്തം വിട്ടിരുന്നത്, ക്ഷമിക്കണേ. അതായത് ഇതാണ് അടുത്ത വരി വരുന്നത്. ഏത് കഴിഞ്ഞിട്ട്? ഒരായുസ് മൊത്തം സതി അനുഷ്ഠിക്കുന്നവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, താഴെ പിറന്ന കിടാങ്ങൾക്കൊരമ്മയായി വാഴ്വിന്റെ അറ്റം വരെ വരെ ചുമടേറ്റു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അടിയിലൊരു കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് മൂത്തത് പെൺകുട്ടിയാണെങ്കിൽ പിന്നീട് ആ പെൺകുട്ടിയാണ് അവനമ്മ, അല്ലെ? അല്ലെങ്കിൽ അവൾക്കമ്മ. അത് ഇളയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നീട് എന്ത് ചെയ്യും? ജീവിതാവസാനം വരെ അമ്മയായിട്ട് അല്ലെങ്കിൽ അവിടെ നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ 10 മാസം ചുമട് പേറുന്ന അല്ലെങ്കിൽ കുഞ്ഞിന് പ്രസവിക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞിന്റെ ഭാരം പേറുന്ന അമ്മയ്ക്ക് 10 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ചുമട് ഇറക്കാൻ പറ്റും, ശരിയല്ലേ? 10 മാസം നോക്കിയാൽ മതി. പക്ഷേ ഒരു പെങ്ങൾ എന്ന് പറയുന്നത് അവരെ വാഴ്വിന്റെ അറ്റം വരെ എന്ത് ചെയ്യണം? അമ്മയായിട്ട് ഈ പറയുന്ന കുഞ്ഞുങ്ങളെ നോക്കണം. കൈവരും നേട്ടത്തിനായി മേലാളന് കൈക്കൂലിയായിട്ട് എറിയപ്പെടുന്നു. നമ്മൾ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് മേലാള ജോലിയിലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് തൻ്റെ കൈക്കൂലി എന്ന വണ്ണം എറിഞ്ഞു കൊടുക്കപ്പെടുന്ന സ്ത്രീകൾ. മെയ്യഴകിന്റെ ദുരന്തം വരിപ്പവൾ. പല ഇതിലും പറയാറുണ്ട്. അത് അവളുടെ അല്ലെ, ഇത് അവളും ഇതിനൊരു കാരണമാണ്. അതിന് കാരണം എന്താ? കാരണം അത് അവളുടെ നടപ്പുണ്ടില്ല. അവള് മേക്കപ്പ് ഇട്ട് ഈ പറയുന്ന പോലെ അവളുടെ വസ്ത്രം നോക്ക്. അവരങ്ങനെ ഭംഗിയിൽ ജനിച്ചതിന് അതൊരു കാരണമാകാൻ പറയാൻ പറ്റുമോ? ഒരു വ്യക്തി ഭംഗിയിൽ മനോഹരമായിട്ട് ജനിച്ചത് ഒരാളുടെയും തെറ്റല്ല, അത് അവരുടെ അനുഗ്രഹം എന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്, വസ്ത്രധാരണവും മറ്റു കാര്യങ്ങളൊക്കെ ഒരാളുടെ വ്യക്തിഗതമായ കാര്യമാണ്. അതൊന്നും ഒരിക്കലും ഈ പറയുന്ന പോലെ സ്ത്രീയുടെ ആ ഒരു അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾക്ക് കാരണമായിട്ട് എവിടെയും പരാമർശിക്കാൻ പാടുള്ള ആള് ശരിക്കും. നെഞ്ഞിൽ മുലപ്പാല് നിറഞ്ഞ് വിങ്ങുന്ന സമയത്ത് പോലും, വിങ്ങുമ്പോഴും കുഞ്ഞിനെ എങ്ങോ കിടത്തി പലർക്കുള്ള കഞ്ഞിക്ക് വേണ്ടി മടച്ചു വീഴുന്നു. അതായത് ഒരു കുഞ്ഞുണ്ടായിട്ട് നെഞ്ചിൽ, അതായത് നമുക്കറിയാം കുട്ടികൾ ഉണ്ടാവുന്ന സമയത്താണ് നെഞ്ഞിൽ മുലപ്പാല് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. അപ്പൊ ആ ഒരു കുഞ്ഞിന് നമ്മൾ പറയില്ലേ, ഒരു ചെറിയ കൈക്കുഞ്ഞുമായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും ആ കുട്ടിയെ വേറെ എങ്ങോ കിടത്തിയിട്ട് താരാട്ട് പാടി ഉറക്കിയിട്ട് എന്താണ് ബാക്കി പലർക്ക് വേണ്ടിയിട്ടും ജോലി ചെയ്യുക. മടച്ചു വീഴുക എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? കഷ്ടപ്പെടുക എന്നർത്ഥം. മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ജോലി എടുത്ത് കഷ്ടപ്പെട്ട് എന്ത് ചെയ്യാണ്? തൻ്റെ ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവളാണ്. അതിനുശേഷം വരുന്ന വരികളാണ് ഇത്. അതാണ് നമുക്ക് മാറിപ്പോയത്. തൻ്റെ സ്വപ്നങ്ങളെയും ഇഷ്ടങ്ങളെയും എല്ലാം ബലി കൊടുക്കല്ലേ, ബലി നൽകിക്കൊണ്ട് എന്ത് ചെയ്യാണ്? അവർ കണ്ണുനീരോട് കൂടിയിട്ട് ജീവിതം കഴിക്കണം. ഒരു അശ്രുനീരോടുകൂടി ജീവിതം മുൻപോട്ട് പോകും. പാപികളാൽ കല്ലെറിയപ്പെടുന്നവൾ ശാപം വെറും ഒരു കല്ലാക്കി മാറ്റിയോ. പൂവായി വിരിഞ്ഞ് പുഴു തിന്നു തീർപ്പവൾ പൂജാമുറിയിൽ ഇരുത്തിയ ദേവിയായി ജീവപര്യന്തം വിധിക്കപ്പെടുന്നവൾ. ഓരോരോ വരിയും ഓരോരോ കഥകളാണ്, അല്ലെങ്കിൽ ഓരോരോ ഇതാണ്. ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തത്,
പാപികളാൽ കല്ലെറിയപ്പെടുന്നു. ഒരുപാട് ആളുകൾ അല്ലേ എന്ത് ചെയ്യുന്നു? നമ്മൾ പലപ്പോഴും പറയും, എന്തിനാണ് ഇത്രയും പാപികളെ ദൈവം സംരക്ഷിക്കുന്നത്? ഭൂമിയിൽ ദൈവമില്ലേ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കും. അതായത് പാപികളെ കല്ലെറിയുന്നല്ല, പാപികളാൽ കല്ലെറിയപ്പെടുന്നത്. ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെട്ട് അവരിൽ നിന്നും കല്ലേറ് വാങ്ങുന്ന സ്ത്രീ ശാപം വെറും ഒരു കല്ലാക്കി മാറ്റും. അതായത് അവള് ഇല്ലേ, എന്താണ്, നമ്മൾ കഥകളിലും ഇതും ചിലപ്പോൾ നമ്മളുടെ കുടുംബത്തിനുള്ളിലും ഒക്കെ കാണുന്നുണ്ടാവും. കുറ്റം പറഞ്ഞല്ലേ, ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഒരു സ്ഥിരമാണ്. ഇല്ലാത്തവരും ഉണ്ടാവട്ടെ, ഇഷ്ടം പോലെ ഉണ്ടാവാം, നല്ല ആളുകൾ ഉണ്ടാവാം. എല്ലാവരെയും അടക്കി പറയുകയല്ല. അമ്മ, നാത്തോന്, ഈ പറയുന്ന എന്തിന് സ്വന്തം അമ്മ ഒക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഭർത്താവ് അടക്കമുള്ള ആളുകളുടെ സ്ഥിരം കുറ്റപ്പെടുത്തുകൾ കേട്ട് 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 മനസ്സ് കല്ലാക്കി, അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, എത്ര വെച്ചിട്ടൊക്കെ അറിയാം. ബാക്കിയുള്ള ആളുകൾ പറയുന്ന ആ ശാപവചനങ്ങൾ കേട്ട് 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 മനസ്സിനെ കല്ലായി മാറ്റി ജീവിക്കുന്ന ആള്. പൂവായി വിരിഞ്ഞ് പുഴു തിന്ന് തീർപ്പവൾ, അല്ലെ? ഒരു പൂ പോലെ അവളുടെ ജീവിതം. നമ്മൾ പറയില്ലേ, പണ്ട് എന്തായിരുന്നു നിന്റെ ജീവിതം, ഇപ്പൊ എങ്ങനെ മാറി, അല്ലെ? നമ്മൾ പറയില്ലേ, കല്യാണം കഴിഞ്ഞോട് കൂടി എന്റെ ജീവിതം മാറി. എങ്ങനെ മാറി? കുട്ടികളുണ്ടായി, വീട്ടിൽ തന്നെ ഇരിപ്പായി. ആലോചിച്ച് പണ്ടത്തെ ഇത് പറഞ്ഞപ്പോഴാണ്, അതായത് പണ്ടുള്ള കാലത്ത് നമ്മൾ പറയായിരുന്നു, അല്ലെങ്കിൽ ആദിമ മനുഷ്യരെ കാലഘട്ടമൊക്കെ പഠിക്കുമ്പോൾ മനുസ്മൃതിയിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങളിപ്പോ ചിലപ്പോ ഹിസ്റ്ററിയിലോ മറ്റൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് പണ്ട് കാലത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു തുല്യമായ രീതിയിലായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, സ്ത്രീകളായിരുന്നു പുരുഷന്മാരുടെ മുകളിലുള്ള നേതാക്കൾ. അതായത് അവരായിരുന്നു എന്ത് ചെയ്തിരുന്നത്? നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങോട്ട് ഈ പറയുന്ന അവരുടെ അന്നത്തെ പ്രധാന ആവശ്യമായിട്ടുള്ള ഭക്ഷണം, മറ്റു കാര്യങ്ങളിലൊക്കെ പ്രാധാന്യം അറിയിക്കുന്ന ജോലി ചെയ്തിരുന്നവർ സ്ത്രീകളായിരുന്നു. അവര് പറയുന്നതിനനുസരിച്ചിട്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോയിരുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ പിന്നീട് എപ്പോഴോ എന്തോ കാര്യങ്ങളാൽ അവർ കൂട്ടിലൊതുങ്ങുന്ന തത്തമ്മകളായി മാറി എന്നാ പറയുന്നത്. അതിന്റെ കാരണമായിട്ട് പറയുന്നത്, അവർക്ക് അവരുടെ പ്രസവം, കുട്ടികളെ പെറ്റു വളർത്താൻ തുടങ്ങിയത് മുതൽ അവര് കൂട്ടിലൊതുങ്ങുന്ന തത്തമ്മകളായി എന്ന് പറഞ്ഞു. അവരുടെ പ്രസവ കാലഘട്ടം, പ്രസവിച്ചതിന് ശേഷമുള്ള വിശ്രമം, ഇതൊക്കെ ആവശ്യമായി വന്നതോടുകൂടി അവരുടെ ആരോഗ്യക്ഷമത, ശാരീരിക ക്ഷമതയൊക്കെ മാറ്റം വന്നു. അവർ വീടിന് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും അടുത്ത കുട്ടി. ഇതായി അവസ്ഥ. അപ്പോ പലതിലും പറഞ്ഞു കേട്ട വാക്യം ഇങ്ങനെയാണ്: അടിച്ചേൽപ്പിക്കപ്പെട്ട അലസത മൂലം. എങ്ങനെ? അടിച്ചേൽപ്പിക്കപ്പെട്ട അലസത മൂലം അവരെന്ത് ചെയ്തു? കൂട്ടിലൊതുങ്ങുന്ന തത്തമയമാണ്. അപ്പോ ഒരു പൂവിനെ പോലെ മനോഹരമായിട്ടുള്ള ഒരു റോസ് പൂവാന്ന് വിചാരിക്കാം, റോസാപ്പൂവ്. അത് നന്നായിട്ട് വിടർന്നു കഴിഞ്ഞിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു പുഴു തിന്ന് തീർക്കുന്ന രൂപത്തിലേക്ക് മാറാറുണ്ട്. അതുപോലെയാണ് പെൺകുട്ടികളുടെ ജീവിതം. പൂജാമുറിയിൽ ഇരുത്തിയ ദേവിയായി ജീവപര്യന്തം വിധിക്കപ്പെടുന്നവൾ. പൂജാമുറി ഏറ്റവും പുണ്യമായിട്ടുള്ള സ്ഥലം, വീട്. പക്ഷേ അവിടെ ഒരു ദേവിയെ പോലെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഉണ്ട്, സ്വന്തം ഇഷ്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവസാനം എന്താണ്? വീട്ടിലത്തെ ജോലിയും ചെയ്ത് വീട്ടിലെ കുട്ടികളെയും നോക്കി ഭർത്താവിന്റെ കാര്യങ്ങളും നോക്കിയിട്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെയുള്ള സ്ഥലത്ത് എന്താണ്? ഗൃഹത്തിലെ ദേവിയായിട്ട് ജീവപര്യന്തം, ജീവിതാവസാനം വരെ അവിടെ തന്നെ എന്ത് ചെയ്യുന്നു? പോകുന്നു. അടുത്ത്, തൻ മക്കളിൽ നിന്ന് തന്നെ തൻ മക്കൾ തങ്ങളിൽ കൊന്ന് കളിപ്പതിൽ തന്മനം നീറി പുകഞ്ഞു കത്തുന്നത്. ആലോചിച്ച് നോക്കൂ. ഇന്ന് ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് വാർദ്ധക്യത്തെ പരിഗണിക്കാത്ത ഇന്നത്തെ തലമുറയെ കുറിച്ചുള്ള വാർത്തയാണ്.
ഒരിക്കലും ആ യുവതലമുറ ചിന്തിക്കുന്നില്ല അവർക്കും ഒരു നാൾ എന്ത് ചെയ്യും, വാർദ്ധക്യം വരും എന്നുള്ളത്. നമുക്കെല്ലാവർക്കും വാർത്തകളിലൂടെ പരിചിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന് ഉദാഹരണമായിട്ടുണ്ട് കേട്ടോ. അതായത് ഉപേക്ഷിച്ചു പോകുന്നത്. അത് മാത്രല്ല, ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന രക്തത്തെ തന്നെ സംശയിക്കുകയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്, പണത്തിന് വേണ്ടിയും മറ്റുമൊക്കെ. അതിലുപരി ഇന്ന് നമ്മൾ കാണുന്ന ഒന്നാണ് തന്റെ മക്കളിൽ നിന്ന് തന്നെ ഉപദ്രവം ഏൽക്കുന്ന അമ്മമാർ. മകന്റെ തലക്കടിയേറ്റ് അമ്മ മരിച്ചു. മകൻ അച്ഛനെ ചവിട്ടിക്കൊന്നു. മുത്തശ്ശിയെ പേരക്കുട്ടി വാക്കത്തി കൊണ്ട് വെട്ടിക്കൊന്നു. എന്തിന്? പണത്തിന് വേണ്ടി മദ്യത്തിന്റെ ലഹരിയിൽ പറ്റിപ്പോകുന്ന, കയ്യബദ്ധമൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല, ഇത്തരത്തിൽ പരസ്പരം തല തല്ലി തെറിപ്പിക്കുന്നത് കണ്ട് അല്ലെ ഒരുപാട് ആൾക്കാര് ഇതാവുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് നോക്കൂ, തൻ മക്കൾ തങ്ങളിൽ കൊന്നു കളിപ്പതിൽ തന്മനം നീറിപ്പുകഞ്ഞു കത്തുന്നു. അതായത് ഇന്നത്തെ കാലത്ത് മക്കളെ കുറിച്ച് അവിടെ പറയുന്നത്. അതായത് അമ്മ കാണുന്നത് എന്താ? മക്കള് പരസ്പരം എന്ത് ചെയ്യാണ്? സ്വത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ല്, കത്തിക്കുത്ത് ഒക്കെ. അമ്മയെ ഈക്ക് നോക്കാൻ പറ്റൂല, എങ്ങോട്ടാ കൊണ്ടായിക്കോളി, ഈ ഇല മൂത്തോട്ടി ഈ കൊണ്ടോക്കോ, ഈ ഇല കുട്ടി നീ കൊണ്ടോക്കോ. ഇങ്ങനെ മക്കളുടെ ഓരോരോ കാര്യങ്ങളില് മനസ്സ് നീറിപ്പുകഞ്ഞ് കത്തുന്ന സ്ത്രീ. ചന്ദനം പോലെ അരഞ്ഞകിൽ പോൽ പുകഞ്ഞെന്നു മന്യർക്കായി സുഗന്ധമാകുവോൾ. ആലോചിച്ച് നോക്കൂ, നമ്മൾ മറ്റേ ഇതിനെ കുറിച്ച് പറയും, എന്താ അതിന് പറയാ, മെഴുകുതിരിയെ കുറിച്ച്. ഉരുകി ഉരുകി മറ്റുള്ളവർക്ക് ഇതാവുക. ചന്ദനം പോലെയാണ് ഇവിടെ പറയുന്നത്. ചന്ദനം പോലെ അരഞ്ഞ് അതേപോലെ തന്നെ പുകഞ്ഞ്, ചന്ദനത്തിരി പോലെ പുകഞ്ഞും അന്യർക്ക് സുഗന്ധമായി മാറുന്ന സ്ത്രീ. മെഴുകുതിരിയെ പോലെ തന്നെയാണ്. ചന്ദനം അരച്ചിട്ടല്ലേ നമ്മൾ ഇതാക്കുക. ചന്ദനത്തെ പോലെ സുഗന്ധമുള്ള ആ ഒരു മരത്തെ അരച്ചും കത്തിച്ചും പുക പോലെയും അന്യർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി സുഗന്ധമായിട്ട് മാറുന്നു. വന്യമാം നീതി, വരേണ്യമാം നീതി, രാജന്യമാം നീതിയും അമ്പെയ്ത്ത് വീഴുമ്പോൾ രക്ഷിക്കുവാൻ കടപ്പെട്ടവനിൽ നിന്ന് മിക്ഷിതി ഗർഭത്തിൽ രക്ഷ തേടുന്നവർ. വന്യമാം നീതി, വരേണ്യമാം നീതി. ഇപ്പൊ വന്യം, ഇത് നമ്മൾ പറയില്ലേ വന്യനീതി, അതായത് കാടിന്റെ നീതി. വരേണ്യം, ഏത് ഉയർന്ന ആൾക്കാരെ, വലിയ ആൾക്കാരെ നീതി. അടുത്തത് രാജന്യമാം, ഇത് രാജന്യ രീതി എന്ന് പറഞ്ഞാൽ രാജനീതി എന്നർത്ഥം. ഇതൊക്കെ ഏത് നീതി എടുത്തു കഴിഞ്ഞാലും എന്താണ്? അമ്പെയ്ത് വീഴ്ത്തുന്നുവോൾ. അല്ലെ? ഏത് നീതി എടുക്കുമ്പോഴും എന്താണ്? അമ്പെയ്ത് വീഴ്ത്തുന്നത് സ്ത്രീകളെ തന്നെയാണ്. രക്ഷിക്കുവാൻ കടപ്പെട്ടവനിൽ നിന്ന് ഗർഭത്തിൽ രക്ഷ തേടുന്നു. അതായത് അത് വല്ലാത്തതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്, ഓരോ കാലഘട്ടത്തും സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ചുമതല ഓരോരുത്തർക്കാണ്. ഇപ്പൊ മനുസ്മൃതിയിൽ പറയുന്നുണ്ട്, പിതോ രക്ഷതി, എന്താണ് ഒരിന്റെ പിതാരക്ഷതി കൗമാരെ,
പിന്നെന്തായിരുന്നു? ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. അപ്പോൾ ഇതില് പറയുന്ന പോലെ ഓരോ കാലഘട്ടത്തും സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ഓരോരുത്തരാണ്. അതില് അവര് തന്നെ ഇത് രക്ഷിക്കുവാൻ കടപ്പെട്ട ഭർത്താക്കന്മാർ തന്നെ കൊല്ലുന്ന, അല്ലെ? ആലോചിച്ച് നോക്കൂ, ഏതൊക്കെ രീതി, അല്ലെ? പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലുക, ഇല്ലേ? കെട്ടിത്തൂക്കി കൊല്ലുക, വിഷം കൊടുത്തു കൊല്ലുക. നമ്മൾ കുറച്ചു കാലങ്ങളായിട്ട് പത്രത്തിലും മറ്റൊക്കെ കാണുന്ന സ്ഥിരം വാർത്തയാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ ഇവയൊക്കെ നമ്മൾ ഇതാവുക. നീ അമ്മ, നീ പത്നി, നീ പുത്രി, നീ ഭൂമി, നീ ശക്തി, നീ എന്റെ രക്തമെൻ പെങ്ങൾ നീ. എഴുത്തുകാരൻ പറയാണ്, നീ അമ്മയാണ്, പത്നിയാണ്, പുത്രിയാണ്, സ്ത്രീയുടെ സർവഭാവമാണ്, അല്ലെ? അമ്മയായും ഭാര്യയായും മകളായും ഭൂമിയായും ശക്തിയായും എല്ലാം ചേരുന്ന രക്തമായ നീ എന്താണ്? എന്റെ പെങ്ങളാണ്. എന്തിനേറെ പറയുന്നു, എല്ലാം നീ തന്നെയാണ്. അവസാന ഭാഗത്തേക്ക് കടക്കുന്നു, ശ്രദ്ധിക്കാം. ചുഴന്നെടുത്തുള്ള നിൻ ഞരമ്പ്, നിൻ രക്തഞരമ്പ് പോൽ ചോന്നു തുടിക്കുമീ രാഗിയിൽ തൊട്ടു ഞാൻ നിന്നെ അറിയുന്നു. നിൻ തുടിപ്പോരുന്നു, നിൻ ദുഃഖങ്ങൾ കുടിച്ച് വറ്റിച്ചിനി നിന്നിലെഴും മഹാമംഗള ശക്തിയെ ഇന്നെന്റെ വാക്കുകൾ തോറ്റിയുണർത്തട്ടെ. അപ്രകാരം പറഞ്ഞിട്ടാണ് കവിത അവസാനിക്കുന്നത്. അപ്പോ എടുത്തുള്ള നിൻ രക്തഞരമ്പ് പോലെ, അതായത് നീ നേരത്തെ കെട്ടിയിട്ടുള്ള ആ രക്തഞരമ്പ് പോലുള്ള ചുകന്നു തുടിക്കുന്ന ആ ഒരു രാഗി ഉണ്ടല്ലോ, ആ രാഗിയിൽ തൊട്ട് ഞാൻ നിന്നെ അറിയുന്നു. നിന്റെ ഹൃദയസ്പന്ദനം, നിന്റെ തുടിപ്പ് ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. നിന്റെ ദുഃഖങ്ങൾ കുടിച്ചു വറ്റിച്ച് നിന്നിലുള്ള എല്ലാ ശക്തിയെയും, നിന്റെ എല്ലാ മഹാമംഗല ശക്തിയെയും ഇന്ന് എന്റെ വാക്കുകൾ, അല്ലെ? നിന്റെ നമ്മൾ ദുഃഖക്കടൽ എന്നൊക്കെ പറയില്ലേ, നിന്റെ ഈ ദുഃഖത്തിന്റെ കടൽ പോലും വറ്റിച്ച് എന്റെ ഈ വാക്കുകൾക്ക് നിന്റെ ശക്തിയെ ഒന്നും കൂടെ ഉണർത്തുവാനായിട്ട്, തോറ്റി ഉണർത്തുക പറഞ്ഞാല് എന്ത് ചെയ്യാ? വലിയ ശക്തിയായിട്ട്, അല്ലെ? എന്താണ്? പുനരാവിഷ്കരിക്കുക, ശക്തിയിലേക്ക് പുനരാവഹിക്കുക എന്നർത്ഥം. അവരവരുടെ സ്വയം ശക്തിയെ മനസ്സിലാക്കിയിട്ട് എന്റെ വാക്കുകൾ നിന്നിൽ ഈ ഉണർത്തലുകൾ ഉണ്ടാവട്ടെ, നിന്റെ ഈ ശക്തി എന്റെ വാക്കിനുള്ളിൽ കൂടി നിനക്ക് ലഭിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കവിത അവസാനിക്കുന്നത്. അപ്പോ ഈ കവിത എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ പെങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, സകല സ്ത്രീ വിഭാഗങ്ങളിലും അവരനുഭവിക്കുന്ന ഇന്നത്തെ കാലത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവര് അനുഭവിക്കുന്ന ആ ഒരു കഷ്ടതകളെല്ലാം കൂടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ മലയാളത്തിന്റെ പ്രിയ കവി ഒറ്റപ്ലാക്കൽ നീലകണ്ഠ വേലുക്കുറുപ്പ് എന്ന ONV കുറുപ്പ് രചിച്ച കവിതാഭാഗമായിരുന്നു പെങ്ങൾ എന്നുള്ളത്. അപ്പോ പെങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പദമാണ് എങ്കിൽ പോലും നമ്മൾ സ്ത്രീകളുടെ സകല ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് പെങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു കവിതാഭാഗം. ജീവിതത്തിന്റെ സകല ഭാവങ്ങളിലും സ്ത്രീ അനുഭവിക്കുന്ന, അല്ലെ? അവള് ജനിക്കുന്ന അന്ന് തൊട്ടേ അവള് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ പറയുന്ന ഭൂമിയിലേക്ക് വരണമെങ്കിൽ തന്നെ പണ്ട് എന്തായാലും പറയാ, കിട്ടില്ല, ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്ന ഒരു ഇതുണ്ടല്ലോ, ഭ്രൂണഹത്യ. അപ്പൊ ഈ ഭ്രൂണഹത്യ ഇപ്പൊ എന്നത് വലിയ തെറ്റായിട്ട് മാറാനുള്ള കാരണം തന്നെ എന്താ? ഇവര് പെൺകുട്ടിയാണോ ആൺകുട്ടിയോ നോക്കിയതിന് ശേഷം പെൺകുട്ടിയാണെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ടാണ് പല നാട്ടിലും ഞാൻ അറിഞ്ഞു കേട്ടതാണ്, പല നാട്ടിലും സ്ത്രീകളാണെങ്കിൽ അവരെ വേണ്ട എന്നുള്ള രൂപത്തിലേക്ക് കൊന്നു കളയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതേപോലെ അതിനുശേഷം വീട്ടില് പെൺകുട്ടിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ നടക്കാൻ പാടില്ല, ഇങ്ങനെ നടക്കാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, മുന്നിൽ നിൽക്കാൻ പാടില്ല, ആളുകളുടെ അടുത്ത് നിൽക്കാൻ പാടില്ല, ആളുകളോട് സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെ തുടങ്ങി അടുത്തതോ ഈ പറയുന്ന പോലെ
വീട്ടിൽ ആ ജോലി ചെയ്യണം, ഈ ജോലി ചെയ്യണം, വേറെ കുടുംബത്തിൽ ചെന്ന് ചേരാനുള്ളതാണ്. ഒരു പെൺകുട്ടിയെ അടക്കൊതുക്കം വേണം, കാലെങ്ങനെ വെക്കരുത്, കൈ എങ്ങനെ വെക്കരുത്, പെരുമാറരുത്, സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബത്തിൽ കയറി ചെന്നാലോ, ഭർത്താവിനനുസരിച്ചും കുടുംബത്തിനനുസരിച്ചും അവരുടെ ജീവിതം മാറും. ഞാൻ ഇത്രയൊക്കെ പറയുമ്പോഴും ഇന്ന് ഒരുപാട് രീതിയിൽ ഇതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് അച്ഛന്റെ അമ്മയിൽ നിന്നുള്ള മാറ്റങ്ങളായാലും ഈ പറയുന്ന പോലെ തന്നെ ഭർത്താക്കന്മാര് അതില് ഇനി അവൾ സ്വയം ഈ പറയുന്ന നല്ലൊരു വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോലിയിലെത്തി കുടുംബത്തെ നോക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. എന്നാലും എവിടെയോ ഇന്നും ഒരു എന്താ പറയാ വിഭാഗം ആളുകൾ കൂട്ടിൽ ഒതുങ്ങുന്ന തത്തമ്മകളായിട്ടും ഈ പറയുന്ന സ്വയം കത്തിയെരിയുന്ന ചന്ദനത്തിരിയായിട്ടും ഒക്കെ പല വീടുകളിലും എന്താണ് കുടുംബത്തിന്റെ ദേവതകളായിട്ട് ജീവപര്യന്തം അനുഭവിക്കുന്നതായിട്ടൊക്കെ ഉണ്ട്. സോ അവരെയൊക്കെ ഉണർത്താൻ നമ്മുടെ ഈ ഒരു ക്ലാസ്സിനും ഈ പറയുന്ന ONVയുടെ വരികൾക്കും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയെ മാത്രമേ ഉള്ളൂ. സോ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ കവിത പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക, വരികളെല്ലാം ഒന്നും കൂടെ വ്യക്തമായിട്ട് ഓടിച്ചു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളായിട്ടോ മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് വെക്കാനും പിന്നീട് അത് വ്യക്തിഗതമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് 18ാമത്തെ അല്ലെ 18ാമത്തെ പാഠഭാഗം ONV കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ള കവിത പെങ്ങൾ. അപ്പൊ ഇത്രയാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. സോ തൽക്കാലം നമുക്കൊന്ന് നിർത്താം. അടുത്ത ഒരു പുതിയ ക്ലാസ്സിൽ പുതിയ ചർച്ചയും പുതിയ എന്താ പറയാ ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.